സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺട്രോൾ ഓഫ് പ്രോസസ്സർ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇൻ ദിസ് സെക്ഷൻ വി ആർ ഡിസ്കസിങ് ദ ഹാർഡ്വെയർ കോൺഫിഗറേഷൻ ഓഫ് മൈക്രോ പ്രോഗ്രാം ഓർഗനൈസേഷൻ ടു ഇൻക്ലൂഡ് ദ കൺട്രോൾ ഓഫ് എൻ്റയർ പ്രോസസ്സിംഗ് യൂണിറ്റ്. സോ ഈ പ്രോസസ്സർ യൂണിറ്റിൽ അതിൽ കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്? നമ്മൾ 5th മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചതാണ്. സോ പ്രോസസ്സർ യൂണിറ്റ് കൺസിസ്റ്റ് ഓഫ് ALU, ഷിഫ്റ്റർ, സ്റ്റാറ്റസ് രജിസ്റ്റർ, ജനറൽ പർപ്പസ് രജിസ്റ്റർ, എക്സെട്ര. സോ ഈ ഫിഗർ നമ്മൾ നോക്കുക. ഈ ഫിഗർ അത്ര ക്ലിയർ അല്ല. സോ നമ്മളതിന് ഇച്ചിരി ഒരു ക്ലാരിറ്റി ഉള്ളൊരു ഫിഗർ നമുക്ക് നോക്കാം. ഇതിലെന്തൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്? കൺട്രോൾ മെമ്മറി ഉണ്ട്, പിന്നെ കൺട്രോൾ അഡ്രസ്സ് ഉണ്ട്, കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ ഉണ്ട്, കൺട്രോൾ മെമ്മറി ഉണ്ട്, മൾട്ടിപ്ലെക്സ് 1 ഉണ്ട്, മൾട്ടിപ്ലെക്സ് 2 ഉണ്ട്, പ്രോസസ്സർ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഈ പ്രോസസ്സർ യൂണിറ്റിൻ്റെ ഡിസൈൻ നമ്മൾ 5th മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഒരു വലിയൊരു ഫിഗറിനെയാണ് ഇവിടെ ഒരു സിംഗിൾ ബ്ലോക്കിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫിഗർ എന്ന് പറയുന്നത് എന്താണ്? ദ മൈക്രോ പ്രോഗ്രാം ഓർഗനൈസേഷൻ ഫോർ കൺട്രോളിങ് പ്രോസസ്സർ യൂണിറ്റ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കൺട്രോൾ മെമ്മറി എന്ന് പറയുന്നത് 64x26 ആണ്. അതായത് 64 വേർഡ്സ് ഉണ്ടാവും. അതിൽ ഓരോ വേർഡും എന്ന് പറയുന്നത് 26 ബിറ്റ്സും ആയിരിക്കും. അപ്പോൾ അതിൽ 26 ബിറ്റ്സ് എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതൊക്കെയാണ് ഈ ഫിഗറിൽ കാണിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കൺട്രോൾ മെമ്മറി ഉണ്ടെന്ന് പറഞ്ഞു. ഈ കൺട്രോൾ മെമ്മറി എന്ന് പറയുന്നത് ലാർജ് കൺട്രോൾ മെമ്മറിയാണ് ടു സ്റ്റോർ മിനി മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ലാർജ് കൺട്രോൾ മെമ്മറി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു 64 ആണ് അതിൻ്റെ കപ്പാസിറ്റി. അതിൻ്റെ ഓരോ വേർഡ് എന്ന് പറയുന്നത് 26 ബിറ്റ്സ് ആണ്. അപ്പോൾ ഒരു 64 വേർഡ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വി നീഡ് എത്ര ബിറ്റ്സ് ഉണ്ടാവും അഡ്രസ്സിൽ? 6 ബിറ്റ്സ് ഉണ്ടാവും അഡ്രസ്സിൽ. പിന്നെ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഗറിൽ നമ്മൾ നോക്കുക. ദ ഫസ്റ്റ് 16 ബിറ്റ്സ് എങ്ങോട്ടാണ് പോകുന്നത്? പ്രോസസ്സറിൻ്റെ ഇൻപുട്ടിൽ പ്രോസസ്സർ യൂണിറ്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് 16 ബിറ്റ്സ്. അതെങ്ങനെയാണെന്ന് നമുക്കറിയാലോ. പ്രോസസ്സർ യൂണിറ്റിലുള്ള ഓപ്പറേഷൻസ് മിക്കവാറും ALU ഓപ്പറേഷൻ ആവാം, ഷിഫ്റ്റർ ആയിരിക്കാം, സ്റ്റാറ്റസ് രജിസ്റ്റർ, അങ്ങനെ എന്ത് വേണമെങ്കിൽ ആവാമല്ലോ. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചാണ്. അതിൽ 16 ഓപ്പറേഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ അത് പെർഫോം ചെയ്യാനായിട്ട് 16 ബിറ്റ്സും യൂസ് ചെയ്യും. പിന്നെ ഉള്ളൊരു 1 ബിറ്റ്, അതായത് 17 ബിറ്റ് പോകുന്നത് എവിടേക്കാണ്? മൾട്ടിപ്ലെക്സ് 1ൻ്റെ സെലക്ട് ബിറ്റായിട്ടാണ് പോകുന്നത്. പിന്നെ 18, 19, 20 ഈ 3 ബിറ്റ്സ് എങ്ങോട്ടാണ് പോകുന്നത്? മൾട്ടിപ്ലെക്സ് 2ൻ്റെ സെലക്ട് ബിറ്റായിട്ടാണ് പോകുന്നത്. പിന്നെ ഇത് ലാസ്റ്റ് 6 ബിറ്റ്സ് ആർ എങ്ങോട്ടാണ് പോകുന്നത്? അഡ്രസ് ഫീൽഡിലേക്കാണ് പോകുന്നത്. പിന്നെ ഈ കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ എന്താണ്? പിന്നെ ഇവിടെ ഒരു സ്റ്റാറ്റസ് ബിറ്റ്സ് ഉണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്ക് ഓരോന്ന് നോക്കാം. കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ. ഈ കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ ആക്ച്വലി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൺട്രോൾ മെമ്മറി ഉണ്ടല്ലോ, ഈ കൺട്രോൾ മെമ്മറിയിലോട്ട് വേണ്ടിയിട്ടുള്ള അഡ്രസ്സാണ് ഈ CARൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? പിന്നെ ഈ CAR എന്ന് പറയുന്നത് ഒരു കൗണ്ടറായിട്ട് ആക്ട് ചെയ്യും, കൗണ്ടർ വിത്ത് പാരലൽ ലോഡ് കപ്പാസിറ്റി. പിന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് 17th ബിറ്റ്. ഈ 1 ബിറ്റ് എങ്ങോട്ടാണ് പോകുന്നത്? മൾട്ടിപ്ലെക്സ് 1ൻ്റെ സെലക്ട് ബിറ്റായിട്ടാണ് പോകുന്നത്. അതായത് ആക്ച്വലി ഈ 17th ബിറ്റിൻ്റെ വാല്യൂ 1 ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ അഡ്രസ് ഫീൽഡിൽ നിന്നും അഡ്രസ്സ് CARൻ്റെ ഇൻപുട്ടിലായിട്ട് വരും. ഇനി ഈ 17th ബിറ്റ് 0 ആവുകയാണെങ്കിൽ എക്സ്റ്റേണൽ അഡ്രസ്സ് ആയിരിക്കും CARൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ബിറ്റ് 17 is 1, CAR receive address field of the micro instruction. If the bit 17 is 0, an external address is loaded into the CAR. ഒന്നുമില്ല, ഈ 17 ബിറ്റ് 1 ആവുകയാണെങ്കിൽ അഡ്രസ് ഫീൽഡിൽ നിന്നായിരിക്കും CARലോട്ട് ലോഡ് ചെയ്യുന്നത്. 0 ആവുകയാണെങ്കിൽ എക്സ്റ്റേണൽ അഡ്രസ്സിൽ നിന്നായിരിക്കും CARലേക്ക് ലോഡ് ചെയ്യുന്നത്. പിന്നെ അടുത്താണ് എനേബിളിംഗ് ദ ലോഡ് കൺട്രോൾ ഓഫ് CAR. അതായത് നമുക്കറിയാം ഈ പ്രോസസ്സറിൻ്റെ വരുന്ന സ്റ്റാറ്റസ് ബിറ്റ്സ് ആക്ച്വലി മൾട്ടിപ്ലെക്സ് 2ൻ്റെ ഇൻപുട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം. ഇവിടെ C ഉണ്ട്, C കോംപ്ലിമെൻറ്റ്, Z ഉണ്ട്, Z കോംപ്ലിമെൻറ്റ്, S ഉണ്ട്, S കോംപ്ലിമെൻറ്റ്, Vക്ക് മാത്രം കോംപ്ലിമെൻ്റ് ഇല്ല. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബോത്ത് നോർമൽ ആൻഡ് കോംപ്ലിമെൻറ്റ് വാല്യൂസ് ആർ യൂസ് എക്സെപ്റ്റ് ഫോർ ദ ഓവർഫ്ലോ ബിറ്റ് V. പിന്നെ ഇവിടെ നോക്കുക, കൺട്രോൾ മെമ്മറിയിൻ്റെ 18
1920 അതാണ് ആക്ച്വലി ഈ മൾട്ടിപ്ലെക്സ് 2ൻ്റെ സെലക്ട് ബിറ്റ്സ് ആയിട്ട് വരുന്നത്. ഇനി ഇവിടെ നമ്മൾ നോക്കുക, ഈ മൾട്ടിപ്ലെക്സ് 2ൻ്റെ ഔട്ട്പുട്ട്സ് നോക്കുക. ലോഡ് ഇൻപുട്ടുണ്ട്, ഒരു കോംപ്ലിമെൻറ്റ് ചെയ്തിട്ട്, അതായത് ഒരു നോട്ട് ഗേറ്റ് വെച്ചിട്ട് ഒരു ഇൻക്രിമെൻറ്റും പോകുന്നുണ്ട്. അതായത് എന്താ പറയണേ, ഈ ലോഡ് ഇൻപുട്ട്, അതായത് CARലോട്ട് ഇൻപുട്ട് ലോഡ് ആവണമെങ്കിൽ എന്തുണ്ടാവണം, ഇവിടുത്തെ വാല്യൂ 1 ആയിരിക്കണം. മൾട്ടിപ്ലെക്സിൻ്റെ അതായത് ഇവിടുത്തെ വാല്യൂ 1 ആണെങ്കിലാണ് ഇൻപുട്ട് CARലോട്ട് ലോഡ് ആവുന്നത്. ഇവിടുത്തെ വാല്യൂ 0 ആവുകയാണെങ്കിൽ ഇൻക്രിമെൻ്റ് ആണ് ചെയ്യുന്നത്. CARൻ്റെ അവിടെ ഇൻക്രിമെൻ്റ് ഓപ്പറേഷനാണ് നടക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The input address is loaded into CAR if the select bit is 1, but CAR is increment if the select bit is 0. അതായത് സെലക്ട് ചെയ്യണ ബിറ്റ് 0 ആവുകയാണെങ്കിൽ ഇൻക്രിമെൻ്റ് ആണ് നടക്കുക, 1 ആണെങ്കിൽ ലോഡ് ചെയ്യാം. പിന്നെ നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഇവിടുത്തെ മൾട്ടിപ്ലെക്സിലെ 0th ഇൻപുട്ട് ഒരു ബൈനറി 1 കോൺസ്റ്റൻറ്റ് 1 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാല്യൂ 1 ആവുകയാണെങ്കിൽ ലോഡ് ആവും, 0 ആണെങ്കിൽ ഇൻക്രിമെൻ്റ് ആണ് നടക്കുക, അത്രേ തന്നെ. പിന്നെ the load input to CAR is enabled when this input is selected by bits 18, 19, 20 in the micro instruction. This causes a transfer of information from output mux 1 into CAR. അതൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ വാല്യൂ 1 ആവണമെങ്കിൽ എന്താണ്, ഇവിടുത്തെ 18, 19, 20 ഉള്ള വാല്യൂസും അതിനനുസരിച്ചിട്ട് വന്നാൽ മാത്രമാണ് ഈ മൾട്ടിപ്ലെക്സ് 2ൽ നിന്നും CARലോട്ട് ലോഡ് ആവുക. ഇത്രയൊക്കെയാണ് എനേബിളിംഗ് ദ ലോഡ് കൺട്രോൾ ഓഫ് CARൽ പറയുന്നത്. പിന്നെയാണ് സ്റ്റാറ്റസ് ബിറ്റ്സ്. അതായത് നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ളൊരു മൈക്രോ പ്രോഗ്രാം നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യണമെങ്കിൽ ഓരോ മൈക്രോ ഓപ്പറേഷൻ, അത് പ്രോസസ്സറിലുള്ള ഓരോ മൈക്രോ ഓപ്പറേഷനും എങ്ങനെയാണ് ഈ സ്റ്റാറ്റസ് ബിറ്റ്സ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്കറിയണം. എന്നാൽ മാത്രമാണ് നമുക്കൊരു ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു മൈക്രോ പ്രോഗ്രാം കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടു കൺസ്ട്രക്ട് കറക്റ്റ് മൈക്രോ പ്രോഗ്രാം ഇറ്റ് ഈസ് നെസസറി ടു സ്പെസിഫൈ എക്സാക്ട്ലി ഹൗ ദ സ്റ്റാറ്റസ് ബിറ്റ്സ് ആർ അഫക്റ്റഡ് ബൈ ഈച്ച് മൈക്രോ ഓപ്പറേഷൻ ഇൻ ദി പ്രോസസ്സർ. പിന്നെ പറയുന്നത് സെഡ് ആൻഡ് എസ് ബിറ്റ്സ് ആർ അഫക്റ്റഡ് ബൈ ഓൾ ഓപ്പറേഷൻ. പിന്നെ സി ആൻഡ് വി ഡു നോട്ട് ചേഞ്ച് ആഫ്റ്റർ ദ ഫോളോയിങ് ALU ഓപ്പറേഷൻ. അതായത് ഓർ ആൻഡ് എക്സോർ കോംപ്ലിമെൻറ്റ്, അതുപോലെ തന്നെ ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേഷൻ. അപ്പോൾ ഇതിന് ശേഷം വിക്കും സിക്കും ഒരു ചേഞ്ചും വരത്തില്ല എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് സി ബിറ്റ് ഈ ഒരു സർക്കുലർ ഷിഫ്റ്റ് വിത്ത് ക്യാരി ഓപ്പറേഷൻ വരുവാണെങ്കിൽ സി ബിറ്റിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് കൺട്രോൾ ഓഫ് പ്രോസസ്സർ യൂണിറ്റിൽ വരുന്നത്. അതിൻ്റെ ഈ ഒരു ഫിഗർ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതിനനുസരിച്ചിട്ട് ഓരോ ബ്ലോക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം.